1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ആ അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ ഒന്ന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മ സിദ്ധുവിനെ അമ്മ പേടിക്കണ എന്തിനാ? സിദ്ധുവിന്റെ അടുത്ത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം സിദ്ധുവിന്റെ അടുത്ത്. എന്റെ അമ്മ ആദ്യം ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കൂ. അമ്മ അച്ഛന് ഫോൺ കൊടുത്തേ, ഞാൻ സംസാരിക്കാം അച്ഛൻ്റെ അടുത്ത്. ഹലോ അച്ഛാ, എന്താ അച്ഛൻ്റെ പ്രശ്നം? അതല്ല അച്ഛനാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. സിദ്ധുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിയാ പോരെ? അത് ഞാൻ ഡീൽ ചെയ്തോളാം. അച്ഛൻ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ അതോ ഞാൻ വെച്ചിട്ട് പോണോ? ഞാൻ സംസാരിച്ചോളാം. യാതൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതെ ഞാൻ നോക്കിയേ പോരെ? നോക്കിക്കോളാം. മരുന്നൊക്കെ കഴിച്ചായിരുന്നു അച്ഛാ? ശരി, നീ ഇത് ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. സമാധാനത്തോടെ ഇരിക്കേ. ശരി. എന്റെ പൊന്നോ லெச்சு, யாரு? சித்துவோட அப்பா அம்மாவா? പിന്നെ അല്ലാണ്ട് വേറെ ആര്? என்ன ரொம்ப கௌரவமா எல்லாம் பேசுறது பார்த்தேன். അത് ചെറിയൊരു വിഷയം. என்ன? അതായത് കനകാന്റി, സിദ്ധുവിന്റെ അച്ഛനൊരു പെങ്ങളുണ്ട്. അതായത് ഞങ്ങളുടെ അപ്പച്ചിക്ക് ഒരു മോളുണ്ട്. ആ മോൾക്ക് 10 സെന്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ വേണം. 10 സെന്റിക്ക് 25 ലക്ഷമാ? അപ്പാ. സ്ഥലം മേടിക്കാൻ പൈസ തികയാതെ വന്നപ്പോഴത്തേക്കും ഈ അപ്പച്ചിയുടെ മോള് സിദ്ധുവിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു 4 ലക്ഷം രൂപ കടം മേടിച്ച്. എന്നാ ഇവര് സിദ്ധുവിന്റെ അടുത്ത് പറയണ്ടേ? അത് പറഞ്ഞില്ല. ഈ പുള്ളിക്കാരി സ്ഥലം മേടിക്കാനുള്ള പൈസയും ചോദിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും മൊത്തം ചോദിച്ചടക്കുന്ന കാര്യം സിദ്ധു അറിഞ്ഞു. അപ്പൊ സിദ്ധു അച്ഛന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ് എങ്ങാനും ഇവര് പൈസ ചോദിക്കുവാണെങ്കിൽ കൊടുക്കണ്ടെന്ന്. പക്ഷെ ഇവര് ഓൾറെഡി കൊടുത്തില്ലേ. അതിലാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. லெச்சு, இதுல அப்பா அம்மாவும் செஞ்சது நல்ல விஷயம் தானே. அவங்க அப்பச்சி பொண்ணு தானே இவங்க. அப்ப ஹெல்ப் பண்ணலாம்ல. പണ്ടൊരിക്കൽ 1 ലക്ഷം രൂപ കൊടുത്ത് സിദ്ധു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാശ് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അയ്യോ, അപ്പൊ ഇപ്പൊ 5 ലക്ഷം ആச்சு. 5 ലക്ഷം ഗോവിന്ദ. ഇനിയിപ്പൊ ഈ വിവരമൊക്കെ സിദ്ധു അറിയാന്നുള്ള ടെൻഷനിലാണ് അച്ഛനും അമ്മയും. അതാ ഞാനൊന്ന് വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഞാൻ തന്നെ ഇത് സിദ്ധുവിന്റെ അടുത്ത് പറയേണ്ട വരും. പിന്നെ ആ പൈസയുടെ കാര്യം, 5 ലക്ഷം രൂപ അത് ഞാൻ ഇടപെട്ട എന്തായാലും മേടിച്ചെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആന്റി, 5 ലക്ഷം രൂപയാണ് വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? அது களையல முடியாது. லெச்சு, அந்த 5 லட்சம் ரூபாய் கண்டிப்பா உன்னால திருப்பி வாங்க முடியும். லெச்சுனாலே எல்லாருக்கும் உள்ளுக்குள்ள ஒரு பயம்தான். நீயாட்டிங்கிற அப்பா வர உன்னோட பேச்ச மீறவே மாட்டாருல்ல. நான் எப்பவும் பாப்பேன் நீ எவ்வளோ அந்தஸ்தா கௌரவமா அந்த குழிப்பணம் ஃபேமிலியும் இந்த ஃபேமிலி எல்லாம் பார்த்துப்பேன்னு. லெச்சு, நீ வந்து ரொம்ப சூப்பர். பொன் குழந்தைங்கன்னா ஒன்ன மாதிரி வேணும். சூப்பர். ആന്റി പറഞ്ഞതൊക്കെ ഉള്ളതാ? நிஜமா லெச்சு, நிஜமா நீதான் ரொம்ப சூப்பர். ഇവിടെ കേൾക്കാൻ ആരും ഇല്ലേ? ഇതൊക്കെ എന്ത് ശരിയാ. ചില സമയത്ത് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കനകാന്റി പറഞ്ഞതും കറക്റ്റാ. ചില സമയത്ത് നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാറുമുണ്ട്. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണുകളിഞ്ഞ വളി എന്താ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? ഇല്ല. എന്താ മേഡം വരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറയായിരുന്നു. എന്താ വിളിച്ചേ? ഞാൻ അത്ര പേടിയില്ലെന്ന് തോന്നുന്നു. ചേച്ചിക്കേ മോൻ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോണ്ട് വന്നേ. ചേച്ചിക്ക് എടുത്ത് കുടിച്ചു. അടുക്കള അവിടെ അല്ലേ ചേച്ചി? എടുത്ത് തരുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ?
അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പോയി എടുത്ത് കുടിച്ചൂടെ? അണ്ണാക്ക് കൊള്ളുന്ന ചൂടുവെള്ളം ഒന്നും എടുത്തോണ്ട് വരരുത്. ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. ശരി. ആ പോടാ. പോണേ. അതെ, ഓ, ഇന്ന് കുടിക്കാനുള്ള വെള്ളമാണ് ഞാൻ ചോദിച്ചത്. കൊണ്ടുവരടാ അപ്പ. അതിന് എഴഞ്ഞു പോണേ എന്തിനാ? എത്തി സ്പീഡിൽ പോയിക്കോടെ. ഞാൻ പറന്നു പോയി. ഞാൻ പങ്കായിട്ട് ഇങ്ങോട്ട്. ഇങ്ങ് വന്നേ. എനിക്ക് ചൂടുവെള്ളം വേണ്ടേ? ഇവിടെ വെക്ക്. വേണ്ടേ? പൊക്കോ. പോടാ. എന്താ പോടാ. ഫോണ്? ചേട്ടാ കിളി പറഞ്ഞാ? പിന്നെ ഇത്തിരി പേടിപ്പിക്കാനുണ്ട്. സെറ്റാക്കി കൊടുക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ പേടിയാണെങ്കിൽ ഇവര് മാത്രം എന്താ എന്നെ പേടിച്ച? വെള്ളം കൊണ്ടുവരാൻ. ചേച്ചി, ചേച്ചി, മണ്ടൻ. ചേച്ചി, എന്തോ ചേച്ചി, എനിക്കത്ര പവർ പോരല്ല. ലച്ചു ചേച്ചി. വേണമെങ്കിൽ അടുക്കള പേടിച്ച് കുടിക്കട്ടെ. കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു പറഞ്ഞോട്ട്. ചാച്ചി. യെസ്. ഞാൻ ഇത്തവണ വിളിച്ചാ കേട്ടായിരുന്നാ? കേട്ടല്ലോ. പിന്നെ വിളിയൊക്കെ എന്ത്? നീ പരിസരം പോലെ നോക്കാതെ ജെറ്റ് പോണ പോലെയല്ലേ പോയത്? ഞാൻ വിചാരിച്ച ചേച്ചി അവിടെ സോഫ ഇരിക്കുമായിരിക്കുന്നു. ചേച്ചി ഇവിടെ ഇരിക്കുമായിരുന്നു. അത് ശരി. നീ വിചാരിക്കുന്നിടത്ത് ഒക്കെ ഞാൻ ഇരിക്കണോ? വേണ്ട, ചേച്ചി ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്നാ വെള്ളം കുടി. ചൂടുണ്ട്, സൂക്ഷിച്ചു കുടിക്കണം, പൊള്ളരുത്. പിന്നെ നീ എവിടെ പോണ്? ഞാൻ പുറത്തേക്ക് പോണു. പുറത്തു വരെ പോണെന്നാ? ഓ, അപ്പൊ വെള്ളം കുടിച്ചിട്ട് ഈ ഗ്ലാസ് അടുക്കള എല്ലാരും കൊണ്ട് നോക്കും. നിന്റെ കെട്ടിയോട് കൊണ്ട് നോക്കൂ. ഞാൻ കൊണ്ടു വെക്കാം. കുടി കുടി കുടിച്ചിട്ട് പെട്ടെന്ന് ഗ്ലാസ് ഇട്ട് സമയമില്ല. ഇത്ര വെപ്രാളം എന്തിന്? പയ്യെ കുടിച്ചിട്ടേ ഗ്ലാസ് തരത്തുള്ളൂ. പയ്യെ കുടിച്ചിട്ട് തന്നാ മതി. പെട്ടെന്ന് പക്ഷെ തന്നാ കൊള്ളായിരുന്നു. കേശു മോനെ, ഓ, നീ ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ വിചാരിക്കണേന്ന് ചേച്ചിക്ക് നല്ലോണം അറിയാം. എന്ത്? അവൾ ഇരിക്കുന്നോടത്ത് വെള്ളം കൊണ്ടേ കൊടുക്കണം. കുടിച്ചു കഴിയുമ്പോ ഗ്ലാസ് തിരിച്ച് അടുക്കളയിൽ കൊണ്ടേ വെക്കണം. അവളുടെ തലമണ്ട നോക്കി ഒരെണ്ണം കൊടുത്താലോ എന്നല്ലേ നീ ആലോചിച്ചത്? അല്ല, കറക്റ്റ് അല്ല. ഒരിക്കലും കറക്റ്റ് ആവില്ല. എന്തിനാ ചേച്ചി? അങ്ങനെ ഇപ്പൊ മോൻ വിചാരിച്ചാലും ചേച്ചിക്ക് ഒന്നുമില്ല. നിനക്കെന്നെ ഒന്നും പറയാനോ ചെയ്യാനോ പറ്റൂല. കാരണം ഞാൻ നിന്റെ ചേച്ചിയാണ്. ഓ, തന്നെ. മോൻ ഇവിടെ ഇരി. ഇവിടെ ഇരി. എന്തിനു ഞാൻ ഇരിക്കണം? ഞാൻ ഇരിക്കാൻ പറഞ്ഞിരുന്നോളാം. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടില് ഇപ്പോഴത്തെ ഗ്രഹനാഥൻ ഞാനാണല്ലോ, അല്ലേ? തന്നെ തന്നെ. എന്താണ് നിനക്ക് സമ്മതിച്ചാൽ ഇത്ര ബുദ്ധിമുട്ട്? തന്നെ തന്നെ. എടാ ഒന്നില്ലെങ്കിലും നിനക്ക് കോളേജിൽ പോകാനുള്ള വണ്ടിക്കാശ് വരെ ഞാനല്ലേ തന്നത്. ഓ, നീ ഇട്ട ടീഷർട്ട് ആര് മേടിച്ചതാ? ചേച്ചി മേടിച്ചു തന്നെ. ഈ പാൻസോ? ചേച്ചി മേടിച്ചു തന്നെ. ഈ വാച്ചോ? തന്നെ ചേച്ചി മേടിച്ചു തന്നെ. ആ ചേച്ചി പറയുന്ന പോലെ ഇവിടെ ഇരി. ഇരുന്ന്. അവിടെ ഇരി. என்ன லட்சு? എവിടെ പോവാ? என்ன லட்சு? തുടയ്ക്ക പോறேன் വരാന്താ. തുടയ്ക്ക പോറയാ? ആ, ഇന്ന് ഏതാണ് ദിവസം? വെള്ളിയാഴ്ച. ഞായറാഴ്ച തുടയ്ക്കാം. என்ன ലച്ചു? തണ്ണിയും മോപ്പെല്ലാം എടുത്താച്ചല്ലേ, തുടയ്ക്കട്ടും. അതവിടെ വെച്ചാ പോരെ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഞായറാഴ്ച തുടയ്ക്കാം. ഞായറാഴ്ച ആകുമ്പോ ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ആ പുറത്തത്തെ മാവിലെ കരിയില മൊത്തം കുന്നുകൂടി കിടക്കുക. അതൊക്കെ അടിച്ചു വാരി കത്തിക്കണം. പിന്നെ പുറത്ത് തുടയ്ക്കണം. കുറെ പണിയുണ്ട്. നമുക്ക് ഞായറാഴ്ച എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ലച്ചു, ഇപ്പൊ ഞാൻ തുടച്ചിട്ട് പറയണേ. പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഞായറാഴ്ച ചെയ്യാന്ന് പറഞ്ഞില്ലേ? നമുക്ക് ഞായറാഴ്ച ചെയ്യാം. ഞായറാഴ്ച നിങ്ങളങ്ങ് ചെയ്തോളൂ. ആ, ഞാൻ ചെയ്യും. അതുപോലെ തന്നെ നീ ഇവിടെ നിൽക്കണം. എന്ത്
ശരി നിക്ക. ഈ പെണ്ണത് മര്യാദക്ക് തുടച്ചേനെ. തുടച്ചോട്ടെ, തുടക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞായറാഴ്ച തുടക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഓ അതിന് അതുകൊണ്ട് പോയേ പോയേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് കേൾക്കാൻ ഭയങ്കര പാടാ. അമ്മൂമ്മ എവിടെ പോണ്? ഒരുപാട് ജോലിയുണ്ട്. എവിടെ ജോലിയുണ്ട്? അടുക്കളയിൽ ഒരുപാട് ജോലി കിടക്കുന്നു. അടുക്കളയിലെ ജോലിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം കുറച്ചു നേരം വന്ന് കിടന്നേ. എന്തിന് കിടക്കാൻ പറയാൻ കിടന്നാ മതി. ഗ്ലാസ് പിടിച്ചേ, എണീച്ചേ, അപ്പുറത്തോട്ട് പോടാ. അമ്മമ്മ കയറി കിടന്നേ. എന്തിനാ കൊച്ചി ഇപ്പൊ കിടക്കുന്നേ? കിടക്കാൻ പറയുന്നത് കിടന്നാ മതി. കിടക്ക്. കാലി കയറ്റി വൈ, നീട്ടി വൈ, കണ്ണടയ്ക്ക്, കണ്ണടയ്ക്കാൻ. ഇനി ഞാൻ പറയുന്ന പോലെ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അമ്മൂമ്മ വെള്ളം വേണോ? വെള്ളം കുടിച്ച അവളിനി വല്ലതും പറഞ്ഞാലോ? വേണ്ട, കിടന്നു വന്നാ പിന്നെ. അനൽ മേലെ പനിത്തുളി അലപായും ഒരു കിളി മരം തേടും. എനിക്ക് ഞാനൊന്നും പറയണില്ല. പറഞ്ഞിപ്പോ എന്നടാ എന്നടാ എന്റെ പൊന്നു കനേന്റെ, ഞാൻ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി പോയതാണ്. പോയപ്പോ ലച്ചേച്ചി അവിടെ പുറത്തിരിക്കണെന്ന്. അവിടെ ഊഞ്ഞാലിന്റെ അവിടെ കാലും കയറ്റി വെച്ച് ഫോണും വിളിച്ചോണ്ടിരിക്കണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയെ കണ്ടോടെ അകത്തോട്ട് കയറി വന്നു. അതെന്നാ ഇനിയിപ്പോ എന്നെ കണ്ടിട്ട് വേണം എവിടെ പോവാ, എങ്ങോട്ട് പോവാ, പോവണ്ട, എന്നോട് ചോദിക്കാതെ പോവോ, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ അഞ്ചത്ത് കയറാൻ പറയാം. എന്തായാലും ഒരുമാതിരി സ്വഭാവം തന്നെ കേട്ടോ. ഒന്നാമത് മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു ചേച്ചിക്ക്. എന്തിനാണോ എന്തോ. டேய் லெச்சு வந்து ரொம்ப கோவத்தில் இருக்காடா. കോവയ്ക്ക ഒന്നും പറയാനില്ല ഞാൻ. എന്നെ വീണ്ടും അവിടെ പിടിച്ച് കടത്തിയടാ. ഞാൻ 2-3 പ്രാവശ്യം എഴുന്നേക്കാൻ നോക്കി, സമ്മതിക്കത്തില്ല. എന്തോന്നാ ഇത്? എനിക്ക് അറിഞ്ഞൂടെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത്. എന്റെ അമ്മ ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ്റുമോ? ഞാൻ വരാം അങ്ങോട്ട്. ഞാൻ വന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാം. ശരി, ഫോം വെക്ക്. എന്റെ ദൈവമേ, ഇവരുടെയൊക്കെ ഇടയിൽ കിടക്കുന്ന എന്നെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. അങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാ മതിയായിരുന്നു. என்னாச்சு லெச்சு? ഈ എന്നെ ആച്ചി ലച്ചു. എല്ലാത്തിനും ഇപ്പൊ ലച്ചു വേണം. ഒരു വിധത്തിലാണ് ഞാൻ ആ സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. കുഴിപ്പടത്തേക്ക് അല്ലട്ടെ, രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. யாருக்கு? വേറെ ആർക്ക്? സിദ്ധുവിന്റെ അച്ഛനും അമ്മയ്ക്കും. പലതവണ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുന്നേ ഒരു വാക്ക് എന്റെ അടുത്തൊന്ന് ചോദിക്കണമെന്ന്. ഇത് അതില്ല. ഇത് ഓരോന്നും ഒപ്പിച്ചു വെക്കും, എന്നിട്ട് അതിന്റെ പുറകെ നടന്ന് സോൾവ് ചെയ്യേ ലച്ചു. ഒരു പരിധിയില്ല എല്ലാത്തിനും. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ. ഞാൻ കുഴിപ്പടത്തേക്ക് ചെല്ലുന്ന പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടും ഇപ്പൊ വരണ്ടിരിക്കുക. யாரு? വേറെ ആരാ കുഴിപ്പടത്തുള്ള? അച്ഛനും അമ്മയല്ലുള്ളൂ. പിന്നെ ആരെയാരെന്ന് ചോദിക്കണതിനാ? இல்ல യേശു, അവിടെ ഇവിടെ നിന്നൊക്കെ തേങ്ങയൊക്കെ പെറുക്കി ഇവിടെ കൊണ്ടുവന്നിടും. നിനക്ക് അതൊക്കെ പെറുക്കി ആ കോഴിക്കൂട്ടിട്ടൂടെ? ഇപ്പൊ തന്നെ ഇടണോ? നിനക്ക് ഇവിടെ വേറെ എന്താ പണി? ഓ, ഉണ്ണാൻ സമയം എന്നറിയാൻ വന്നതാണാ? ആവുമ്പോ പറയാം. മോനിപ്പോ ചെന്നത് ചെയ്യാ, പ്രശ്നം കഴിഞ്ഞില്ലേ? പോടാ, അഴുക്ക ചെറുക്കനെ കൊണ്ട് എന്ത് നോക്കി പഠിപ്പിക്കണം? ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ചേച്ചി ഒന്നേ ഉള്ളു, അല്ലെങ്കിൽ ഹലോ, എന്താ ഇവിടെ? ഓ, കനകാനി സഹായിക്കാൻ വിളിച്ചതായിരിക്കും അല്ലേ? நான் கூப்பிடல. அம்மா வாயை திறந்து சொல்லுங்க, நான் கூப்பிடலன்னு. ഞാൻ ചുമ്മാതെ ഇങ്ങോട്ട് വന്നതാ. വണ്ടി വിട്, പോയി കിടന്ന് റെസ്റ്റ് എടുക്ക്. ആ പിന്നെ എന്റെ റൂമിൽ കിടക്കാൻ പറ്റൂല, അമ്മൂമ്മയുടെ മുറി കിടന്നോണം. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിടക്കാനുള്ളതാ. ഓ, ആ ചെല്ല്. എന്തിനാ ആന്റി എപ്പോഴും എന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ? ആന്റിക്ക് ഇവിടെ ചെയ്യാൻ ജോലിയൊന്നുമില്ലേ? இருக்கு இருக்கு. തമ്മിൽ അത് ചെയ്യേ. செய்யறேன். ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് വരാം. സഹായിക്കണോ? വേണ്ട വേണ്ട.
വളിച്ച ചിരി. ഇവിടെ വന്നിരി, ഇവിടെ വന്നിരിക്കേ. എന്തിനാ 1 കിലോമീറ്റർ ദൂരെ പോയിരിക്കണേ? ഇങ്ങ് അടുത്ത് വന്നിരി. അടുത്ത്. ഞാൻ അവിടെ നിന്ന് എന്തും പറഞ്ഞാ വിട്ട. കിടന്നുറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഞാൻ അടികൊള്ളും പറഞ്ഞു വിട്ടതാണോ? പിന്നെ എന്തിനാ തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? എങ്ങനെ പിച്ചാണ്ടിരിക്കും? റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ആക്കിയതല്ലേ. എന്നിട്ട് കൊളക്കോഴിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. കൊളക്കോഴിന്നാ? അമ്മൂമ്മേ ആ, എന്തിനു വിളിച്ചേ? കൊളക്കോഴി അമ്മൂമ്മ വിളിക്കാൻ പാടുണ്ടോ? കൊളക്കോഴി അമ്മൂമ്മ പണ്ട് അമ്മൂമ്മ വിളിക്കണ പേരില്ലായിരുന്നോ? നമ്മളോട് കൊളക്കോഴി അമ്മൂമ്മ വിളിച്ച അമ്മൂമ്മക്ക് സങ്കടാവൂലേ? ചേച്ചി എന്തിനാണ് അമ്മൂമ്മ കൊളക്കോഴിന്ന് വിളിച്ചത്? ചേച്ചി എന്തിനാണ് അമ്മൂമ്മ പിച്ചിയത്? കൊളക്കോഴി ഞാൻ വിളിച്ചല്ലേ കേട്ടോ. പിച്ചിയത് എന്തിന്? റെസ്റ്റ് എടുക്കാൻ പറ്റാ റെസ്റ്റ് എടുക്കണം. അത് മാത്രല്ല, വികൃതി ആര് കാണിച്ചാലും ഞാൻ പിച്ചും. അതിപ്പോ അമ്മൂമ്മയാണെങ്കിലും ശരി, പാർക്കുട്ടിയാണെങ്കിലും ശരി. മോളെ അമ്മൂമ്മേ, ആ മുറിയിലെങ്ങാനും പോയി കിടക്ക് ചെല്ലി. മോളെ, എനിക്ക് പകലുറക്കം ശീലമില്ലെന്ന് നിനക്കറിയാവല്ലോ. ഞാൻ അടുക്കളയിലെങ്ങാനും പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ട് അവിടെ നിന്നോളാം. പകൽ 1 മണിക്കൂർ കിടന്നുറങ്ങുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മോള് ചെല്ലി. ഞാൻ കിടന്നോളാം, പക്ഷെ ഇപ്പൊ ഞാൻ 1 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. നീ ഭക്ഷണം കഴിച്ചോടാ. ഫുഡ് കഴിച്ചാന്ന്? ഓ കഴിച്ചു ദയിച്ച്. അതെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. എന്തിനാന്ന് അറിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. എന്തിനാന്ന് അറിഞ്ഞാലല്ലേ പോയ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണല്ലോ. എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. എന്ത് സാധനം മേടിക്കാനുണ്ട്? അത് ഞാൻ ലിസ്റ്റ് അയച്ചാ പോരെ? പിന്നെ ജംഗ്ഷനിൽ പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വായ നോക്കി നിൽക്കരുത്. മര്യാദക്ക് വീട്ടിലേക്ക് വന്നോളാം. ശരി, ഞാൻ മര്യാദക്ക് വീട്ടിലോട്ട് വന്നോളാം. കാശ് തരുമോ? ഞാൻ പോയിട്ട് വരായിരുന്നു. ബാക്കി പൈസക്ക് കണ്ട കപ്പലണ്ടി മിഠായും സിപ്പൊന്നും കഴിച്ചുകൊണ്ട് നിൽക്കരുത്. കൊച്ചു കുട്ടിയല്ല, ഇള്ള പിള്ളയല്ല ഞാൻ. കാശതാ. അയ്യോ, ഇയാള് വലിയ പുരുഷൻ വന്നേക്കുന്നു. അമ്മൂമ്മ നോക്കിക്കോ, തിരിച്ചു വരുന്ന വഴിക്ക് ആ മെർലിനെയും വിളിച്ചു വരുത്തി ഏതെങ്കിലും ഇടവഴിയിൽ ഇങ്ങനെ സൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ പോണില്ല. മോൻ പോയില്ലെങ്കിൽ ചേച്ചിയുടെ ഇന്നൊരു 5ന്റെ പൈസ പ്രതീക്ഷിക്കണ്ട. ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് ഫോൺ വിളിക്കാം. പറഞ്ഞാ മതി എന്താ വേണ്ടേന്ന് വെച്ച്. ഫോൺ പോ. ഈ ചെറുക്കനൊക്കെ ഏത് കാലത്താണാവോ എന്നെ താങ്ങി ജീവിക്കുന്നത് നിർത്താൻ പോകുന്നു. അല്ല, പഠിച്ചൊക്കെ കഴിയുമ്പം. അമ്മൂമ്മ ഇതുവരെ പോയില്ലേ? പോവാ. നീ പൊറക്കാൻ ഞാൻ വരണോ? വേണ്ട, ഞാൻ പോവാ. പോ. ലച്ചു, ഞാൻ പോട്ടാ. വേണ്ട, എന്നെ മടി കയറി. എന്തൊക്കെ അറിയണം? പോവേണ്ടി പോറേ. എല്ലാവർക്കും എന്നെ എന്തൊരു പേടിയാണല്ലേ. ഓ, മനസ്സിലായി. നിർത്ത്. ഉമേഷേ, ഇനി ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്കടാ. നീയേ കിലോയ്ക്ക് എത്ര രൂപയ്ക്കാ കൊടുത്തതെന്നുള്ളത് എഴുതിയിട്. വളം മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപ മേടിച്ചായിരുന്നോ? അത് കഴിഞ്ഞു. നീ അവിടുത്തെ പാഴ്മരമൊക്കെ മുറിച്ച് കളയണമെന്നും പറഞ്ഞുകൊണ്ട് 6,000 രൂപ മേടിച്ചായിരുന്നോ? അതിനകത്ത് നിന്ന് 1,500 രൂപ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞോ? എപ്പോ? നീ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇല്ല, ഒട്ടും മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ സംസാരിക്കാം. ഹലോ ഉമേഷ് ചേട്ടാ, ലച്ചുവാ. ഉമേഷ് ചേട്ടൻ എവിടെ? ഉമേഷ് ചേട്ടൻ്റെ കള്ളക്കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങ് കേട്ടാ മതി. ഉമേഷ് ചേട്ടൻ അവിടെ എഴുതി വെച്ചേക്കുന്ന എല്ലാ കണക്കും, അതായത് ചക്കയുടെയും മാങ്ങയുടെയും അടക്കയുടെയും തേങ്ങയുടെയും എല്ലാത്തിന്റെ കണക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ വീട്ടിലെത്തിക്കണം. ഏത് വീട്ടിലാ? എന്റെ വീട്ടില്. പാറയുടെ വീട്ടില്. വണ്ടിക്കൂലിയും വള്ളത്തിന്റെ കാശൊക്കെ ഞാൻ തന്നോളാം. ഇങ്ങ് വന്നാ മതി സമയത്തിന്. ഉമേഷ് ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്ന കേട്ടാ മതി. പിന്നെന്തോന്ന്? അതുപോലെ തന്നെ
റബ്ബറിന്റെ കാര്യം. എത്ര മരം വെട്ടിയിന്ന്? എത്ര എണ്ണം ഉണക്കാനിട്ടുണ്ട്? അത് ശരി. അടങ്ങിരി മുമ്പ്. ആ, എല്ലാത്തിന്റെ കണക്കായിട്ട് ഇന്ന് ഇവിടെ എത്തിക്കൊള്ളണം, മറക്കരുത്. ശരി. കണ്ട, ഇത്ര ഉള്ളു കാര്യം. ലച്ചു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? അതെ. നീ എന്തിനാ ഫോൺ മേടിച്ച് സംസാരിച്ചേ? അമ്മൂമ്മ സംസാരിച്ചാലേ അത് കൊളാവും. ഇതൊക്കെ കാര്യഗൗരവമുള്ള ഒരാൾ വേണം ഡീൽ ചെയ്യാൻ. അവൻ എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിച്ചാലും എനിക്കെന്താ. പിന്നെ ഒരു കാര്യം കൂടെ, പടവലത്തെ വിറ്റ് വരവും പണിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി തൊട്ട് ഞാനാണ് തീരുമാനിക്കാൻ പോകുന്നത്. ചേച്ചി, സംഭവമൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞ ശരിയാണ്, ഞാനങ്ങ് സമ്മതിച്ചു തരാം. പക്ഷേ അമ്മൂമ്മ ഉമേഷിനോട് അധികാരഭാഗത്ത് സംസാരിക്കണം, ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനല്ല. നീ നിർത്തടാ. നീ ആരാ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ? ചേച്ചി എന്തിനാണ് ഉമേഷിനോട് സംസാരിക്കാൻ പോയത്? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ സംസാരിക്കും. നിനക്കെന്ത്? അമ്മൂമ്മ എന്റെ കൈ നിൽക്കില്ല. എന്റെ ലച്ചു, മതി, നിർത്ത്. അമ്മൂമ്മ ആദ്യം നിർത്ത്. അതുപോലെ തന്നെ ഇനി തൊട്ട് ഈ വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങളുടെ കണക്കും എഴുതി വെക്കണം. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ചേച്ചിയാ ഭയങ്കര ഓവറായിട്ട് പോകണ്ട കേട്ടോ. എന്താ? ഞാൻ ചേച്ചിയുടെ വെൽഫെയർ പരിപാടി അങ്ങ് വേണ്ടത് നോക്കും. എന്താണ് നിനക്ക്? എന്തിനാ വെറുതെ നിന്ന് അടികൊള്ളണേ? കെട്ടിയോന്റെ പൈസ കൊണ്ടാ ഈ നെകളിക്കുന്നുള്ള ഓർമ്മ വേണം കേട്ടാ. കെട്ടിയോന്റെ പൈസ എന്റെ പൈസ കൂടെ അല്ലേ? അതങ്ങനെ കെട്ടിയോന്റെ പൈസയാണ്. പോടാ അവിടുന്ന്. ഇനി ലച്ചുവിന്റെ 5ന്റെ നേയ പൈസ കൊണ്ട് നിനക്ക് കിട്ടും. എനിക്കൊരു പിണ്ണാക്ക് വേണ്ടെങ്കിലോ? നീ ഇവിടെ ഒന്നും ചെയ്യണ്ട. പറഞ്ഞാ മതി, ഇത് എന്റെ വീടാ. ചേച്ചി നിർത്തണുണ്ടോ? അല്ലെങ്കിൽ തന്നെ ചേച്ചി ഈ വീട്ടിൽ കിടന്നിങ്ങനെ അധികാരം കാണിക്കുക എന്തിനാണ് യോഗ്യത? എന്തിനാണ് ഇങ്ങനെയാണ് അധികാരം കാണിക്കണത്? എന്ത് യോഗ്യതയാ ഉള്ളേന്നാ? എടാ, 3-4 വീടിന്റെ ഉത്തരവാദിത്വവും മറ്റേ പ്രഷർ മൊത്തം എന്റെ തലയിലാണ്. ഞാനാണ് നോക്കി നടത്തണേ. 3-4 വീടിന്റെ? ഏത് 3-4 വീട്? ഈ വീട്, പടവലത്തെ വീട്, നെയ്യാറ്റിങ്കരയിലെ വീട്, കുഴിപ്പളത്തെ വീട്, എല്ലാ വീട്ടിലെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാനാണ് ഇടപെട്ട് സോൾവ് ചെയ്യുന്നത്. 3-4 വീട്. ആ, പിന്നെ ആ ഭാഷങ്ങളുടെ വീട്ടും കൂടെ നോക്കാൻ എന്ത്? ഇനി ഒരു കാര്യം ചെയ്, നീ ആ ഭാരങ്ങളൊന്നും ഏറ്റെടുക്കണ്ട. ആന്ന് പറഞ്ഞാലോ അത് ഞാൻ ഏറ്റെടുക്കും. ഇല്ല, ശരിയാവില്ല. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അമ്മൂമ്മ ഒരുപാട് ഭാരം ചുമക്കണ ആളല്ലേ. ഈ ഒറ്റ ഭാരം ഞാൻ ചുമന്ന് കഴിയുമ്പോ ഇവിടുത്തെ പ്രശ്നം മൊത്തം തീരും. എടാ, ഞാൻ വെറുതെ ഷോ അടിച്ചതാടാ. എടാ, രാവിലെ ഞാൻ കുഴിപ്പണത്തെ പ്രശ്നം സോൾവ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് കരകയറ്റി എന്നെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ പൊക്കി അടിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുടുംബത്തിലെ മെയിൻ ഞാനാണെന്ന്. അതുകൊണ്ടാ തുറക്ക്. മെയിനെ കുറച്ചേരം അകത്ത് കേടാ, അപ്പൊ ഒന്ന് സെറ്റ് ആവും കേട്ടാ. എന്താണ് തുറക്കടാ? അവിടെ കിടന്നാ മതി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, കനകാന്റി കാരണം